സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സമയം 12 മണി കേട്ടോ. ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ ജെസ്സിമിൻ്റെ വണ്ടിയുടെ വീൽ ബാലൻസും ചെയ്യണം, വീൽ അലൈൻമെൻറ്റും ചെയ്യണം. അപ്പോൾ ഇതാണ് പ്ലാൻ. കാരണം ഒരു ടയർ ചെറിയൊരു തേയ്മാനം വ്യത്യാസമുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് കിടന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടു. മീൻസ് ആ ടയർ എല്ലായിടത്തും ബാക്കിലിട്ടു, ബാക്കിലെ ടയർ ഫ്രണ്ടിലും വന്നു. പക്ഷേ ആ ഒരു ടയർ മാത്രം ചെറിയൊരു തേയ്മാനം വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് അലൈൻമെൻറ്റും ചെയ്ത് വീൽ ബാലൻസിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് ഷോപ്പിൽ ഇത് നമ്മളെ കല്ലമ്പാറ, നെടുമങ്ങാട് കല്ലമ്പാറ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വീൽ ബാലൻസിങ് ചെയ്യാൻ പോകുന്നത്. ഒരു വണ്ടി ഓൾറെഡി കിടക്കുകയാണ്. ജെസ്സി ഇത് കണ്ട ബഹളം കണ്ട തുടങ്ങി, കണ്ട അലപ്പ് തുടങ്ങി. ഒരു സമാധാനം ഇല്ലാത്ത ചെറുക്കനാണ്. എന്തൊരു സ്ക്രാപ്പ്, അപ്പൊ സെന്നൊന്നുമില്ല. ജീപ്പ് ഡി എ എഞ്ചിനായിരുന്നെങ്കിൽ മറ്റേ ബൊലേറോ അല്ല, ഇതിലും ഡി എ ടർബോ പറഞ്ഞ ഉണ്ടല്ലയാ. ഇതൊക്കെ ഡി എ, ഇതാണ് ഡി എ എഞ്ചിനാണോ? ഇത് ഡി എ എഞ്ചിനാണ്. എത്ര മണിയാവുന്നു? ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്രാപ്പ് തുടങ്ങിയത് പോയി നോക്കിയിട്ട്. ഇതാണ് ഷോപ്പ് കേട്ടോ. നമ്മൾ ടയർ അലൈൻമെൻറ്റ് ചെയ്യാനും വീൽ ബാലൻസ് ചെയ്യാൻ പോകുന്ന ഷോപ്പ്. യൂഷ്വലി ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതാണ് ഷോപ്പ് കേട്ടോ, നെടുമങ്ങാട് ടയർ ക്ലബ്. ഇവിടെയാണ് നമ്മൾ യൂഷ്വലി ടയർ മാറുന്നതും വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ് എല്ലാം ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ജെസ്സിമിന് വേണ്ടി ചെയ്തിട്ട് ഏകദേശം ഒരുപാട് നാളായി. എത്ര നാളാണ് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ട്? വീൽ ബാലൻസ് ചെയ്തിട്ടില്ലേ ഞങ്ങൾ? 2 വർഷം എന്തോ ആയി, 1 വർഷം എന്തോ ആയി. അപ്പോൾ അത് ചെയ്യലാണ് പ്ലാന്. നോക്കി ക്രോസ് ചെയ്യടാ. ഇങ്ങോട്ട് പോടാ. പോൾ വാക്കർ ഗൈസ്, പോൾ വാക്കർ. ഈ വണ്ടി ഏത് ഫോട്ടോയിലും ഫുള്ള് പോൾ വാക്കറാണ് കളർ. ആഷിക് എന്നറിയാലോ. ചവിട്ടും ഞാൻ ഇവിടെ ഡെൻറ്റാവും. അല്ല, വീൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ള ഫോട്ടോ ഉള്ളത് പോലെ. അത് കണ്ട് ഞാൻ പറഞ്ഞത്. ഇന്ന് വണ്ടി കിടന്ന ആ സൈഡ് ഈ ടയറാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ അകം ഈ പോർഷൻ ചെറുതായിട്ട് ഇവിടെ വന്ന കണ്ട, ഈ പോർഷൻ കണ്ടോ വെട്ടിത്തേങ്ങ്. ഈ ഒറ്റ ടയർ മാത്രമേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കിടന്ന ടയറാണത്. അലൈൻമെൻറ്റ് ചെയ്താലേ അതിന് ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ടയർ നമുക്ക് നഷ്ടമാണ്. പിന്നെ ഇനിയിപ്പം നോക്കി വരുമ്പോഴും ഓടി വരുമ്പോൾ ഈ ഒരു ടയറായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. എന്നാലും കുഴപ്പമില്ല, അതൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. ബാക്കി ടയേഴ്സ് എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ലോവറായതിൻ്റെ അഹങ്കാരം നോക്കാണ്ട് ഇത് തന്നെ. നമുക്ക് ഇപ്പോൾ ടയർ ഓപ്ഷൻ ഇതിന് വരുന്നത് ലിങ്ക് ലോങ്ങും കെണ്ടയാണ് കേട്ടോ. ഇപ്പോൾ ഈ കിടക്കുന്ന കെണ്ടയാണ്. പക്ഷേ കെണ്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലിങ്ക് ലോങ്ങിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. നോർമലി കെണ്ട യൂസ് ചെയ്യുന്ന ആൾക്കാർ ടയറിനെ പറ്റി നല്ല അഭിപ്രായമല്ല വരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് കിട്ടിയത് 2021 നമ്മൾ ഈ ടയർ അലൈസ് എടുത്തത്. അപ്പോൾ ആ ഇയർ മാനുഫാക്ചറിങ് ടയർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ടയർ അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. ഞങ്ങൾ നല്ല രീതിക്ക് വണ്ടിയിൽ കുത്തിപ്പൊളിക്കാറുണ്ട്. ചരലിൽ പോകുന്നുണ്ട് വണ്ടി കയ്യിൽ നിന്ന്. പക്ഷേ അല്ലാണ്ട് ഞാനും ജെസ്സിമൊക്കെ അത്യാവശ്യം നല്ലപോലെ കുത്തിപ്പൊളിക്കും വണ്ടിയിൽ. വണ്ടി ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇതുവരെ നല്ല ഒരു പ്രാവശ്യം പോലും ഞങ്ങൾക്ക് മഴയത്തും അല്ലാണ്ട് റോഡ് യൂസ് ചെയ്യുന്ന ഈ ടയർ നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ലിങ്ക് ലോങ്ങിൽ എനിക്ക് അത്ര വിശ്വാസം പോരാ സത്യം പറഞ്ഞാൽ. കാരണം കോർണർ ചെയ്യുമ്പോൾ വണ്ടി തെറ്റി പോകണുണ്ട് ലിങ്ക് ലോങ്ങിൽ. ലോവർ ചെയ്ത് വിഷ്ണു വണ്ടിയിൽ ലോവർ ചെയ്തപ്പോൾ അടിപൊളിയാണ് കേട്ടോ. വണ്ടി നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ത്രെഡും ഇത് ഈ ത്രെഡാണ് കേട്ടോ. ഈ ത്രെഡാണ്. മറ്റേത് നമ്മളെ നോർമൽ ത്രെഡാണ് നമുക്ക് വരുന്നത്, മറ്റേ ലിങ്ക് ലോങ്ങിന് വരുന്നത്. ഇത് വി ത്രെഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്ററാണ് കാണാനും ഓട്ടിക്കാനും. എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ഈ ടയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് ടയർ മാറുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കെണ്ട തന്നെ തപ്പും, കിട്ടിയ കെണ്ട തന്നെ ഇടും. അതാണ് പ്ലാൻ. ജസീമേ
ടയറിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യട്ടാ. നോക്ക് എന്താ കുപ്പി ഒളിപ്പിക്കുന്ന നീ? അടിക്കാരനായി വരണ നീ. 4 5 നിങ്ങളങ്ങനെ കുടിക്കാറില്ല കേട്ടോ, ഒക്കേഷണലി മാത്രമേ കുടിക്കാറുള്ളൂ അല്ലേടാ? മഴയില്ലാത്തപ്പോഴും ഇന്നടിക്കാം. മഴ ഉണ്ട് കേട്ടോ, നല്ല ആൽക്കഹോളിക് ലെതർ. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ വണ്ടി കയറ്റുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വണ്ടി ടയറൊക്കെ ഒന്ന് പിടിപ്പിക്കുന്നുണ്ട്. ആ ടയറൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ വണ്ടി ചെയ്യണമായിരിക്കും. അപ്പോൾ കാണാം. മഴ തുടങ്ങി ഗായ്സ്. എന്താ നിനക്ക് എന്ത് കൈയും കെട്ടി ഇടക്കണ നോക്കിയത്? അണ്ടർബോഡി വീണ്ടും സമയം വാഷ് ചെയ്തിട്ട് അണ്ടർബോഡി വാഷ് ചെയ്ത സമയമായില്ലേ? നീ അണ്ടർബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ടോ? അറിയാം, മുന്നേ ചെയ്താണ്, പിന്നെ ചെയ്യില്ല. പക്ഷെ കോപ്പറല്ലല്ലേ, ഡോട്ടറിനാണോ? ലോറൻസ് സ്പ്രിങ്സ് പെയിന്റാണ് എല്ലാം. എല്ലാം നോക്കിയിട്ട് 2 ദിവസത്തിന് കൊണ്ട് വെയിലിനൊക്കെ ചെറുതായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്ത് അതൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കും. മാനുവലി ഇളക്കാനുള്ള പ്ലാൻ. അല്ലെങ്കിൽ ബ്രേക്ക് കൂട്ടിയുണ്ടാക്കാൻ ചവിടിയാ? ഓ, എറണാകുളം വിടല്ലേ? നീ വിട്ടോളല്ലേ? നീ വിട്ടോ, ഞാൻ പറയാൻ ചോട്ടിയായി. ബോൾട്ടായില്ല കുഞ്ഞ്. ഇത് തന്നെ ഇതിന്റെ ടൂളുണ്ട്. ഈ സെയിം തന്നെ, ഈ സെയിം ടൂളല്ലടാ അതിലുള്ള വീൽ നെട്ടൊക്കെ.
ഓവർ ടൈറ്റ് ആയുള്ളൂ, ക്രോസ് ആയില്ല. ഓവർ ടൈറ്റ് ആയി പോയി, ക്രോസ് ആയില്ല. ക്രോസ് ആയി ടൈറ്റ്, ക്രോസ് ആയില്ലല്ലോ. ഓവർ ടൈറ്റ് ആയി പോയി. ക്രോസ് ആയില്ല. ഇല്ല ഒന്നുകൊണ്ട് പറയാന്നില്ല. വെയിറ്റ് പിടിച്ചോ. വിട്ടോ. ക്രോസ് ആയില്ല. മാറ്റം ഇതിൽ അടിച്ചോണ്ടേ ഓവർ ടൈറ്റ് ആയി. ഇതല്ലേ എന്തിന്റെ കുറവുണ്ടായിരുന്നു? പറടാ. ആ സൈഡ് അപ്പുറ സൈഡ് നമുക്ക് കൂടുതൽ പിടിക്കും. എല്ലാ വീലിനായിട്ട് ഓർഡർ ആയിട്ടാണ് കേട്ടോ. മാനുവലി ഇളക്കാൻ പോവാണ്. പക്കേ ഒരു കാരണവശാൽ വീല് ഉരുക്കുമായിരുന്നു. ഹാമറൊക്കെ ഒന്നും പിടിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. വീട്ടിൽ ഒന്ന് മേടിക്കാൻ വീട്ടിൽ വെച്ചിരിക്കാൻ പറയും. രാവിലെ വന്നില്ല. അതവിടെ വീടാ. വണ്ടിയിലോട്ട് നീ തിരിഞ്ഞില്ലേ വണ്ടിച്ചാൽ. ചൂട് പൊട്ടിയാകത്തായി ഗായ്സ്. നോർമൽ പ്ലെയറാ കൊണ്ടോ ഗായ്സ്. നന്നായി ബാറ്റ് കൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് കണ്ടിട്ടുണ്ടോ? ടൂള് പൊട്ടിയാകത്തായി മയിരി. ഇത് എന്തിനു ശാല ലൂസായി, പക്ഷെ രണ്ടാമത്തേക്ക് പൊട്ടിയാകത്തായി. അങ്ങനെ നമ്മള് ബോൾട്ട് പൊട്ടിയാകത്തായി പോയി കേട്ടോ. ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ണൻ്റെ അടുത്ത് പോകണം. ഇത് ഇളക്കാന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ആ ബോൾട്ട് ഊരി കൊണ്ടുവന്നു. ഇതാണ് അവസ്ഥ.
വെൽഡ് ചെയ്ത് ഇളക്കി തട്ടി ഇളക്കി അതിൻ്റെ അത് വീണ്ടും ടൂൾസ് ഇട്ട് വയ്ക്കേണ്ട ടൂൾസിൻ്റെ അത് പിരിഞ്ഞു പോയി ടൈറ്റായി നേരത്തെ ഇതുപോലെ ടൈറ്റാണ് പൊട്ടി നമ്മൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് ഈ നട്ടെന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ടൂളാണിത്. പക്ഷേ ഈ സാധനത്തിന് കട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ രണ്ടാമത്തെ ടൂളാണ്. ഇവിടെ ഓൾറെഡി ഇവർക്കൊരു ടൂൾ ഉണ്ടായിരുന്നു. ജസീമിന് വേണ്ടിയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് വണ്ടി വെച്ച ടൂൾ അതും പിരിഞ്ഞു പോയി. കണ്ട ഒട്ടും ക്വാളിറ്റി ഇല്ല. പിരിഞ്ഞിന് ഇനി കറക്കി കഴിഞ്ഞാൽ അത് പൊട്ടും. അതുപോലെ പൊട്ടിയാത്തിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോക്സ് ഈ അലങ്കിയുടെ ബോക്സ് മേടിക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ അപ്പുറത്തുനിന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് മേടിച്ച് ഡേറ്റ് ഇളക്കി ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ജസീമിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു ചെറിയൊരു ബോക്സ് മേടിക്കണം. അപ്പോൾ അതാണ് പ്ലാൻ. പിരിഞ്ഞത് കണ്ടോ, ടൈറ്റായി പിരിഞ്ഞതാണ്. കണ്ടോ ആ പിരിഞ്ഞതാണോ കണ്ടോ മേടിച്ചു കണ്ടോ പൊട്ടിയെന്നാണ്. കുറച്ച് മുന്നേ മഴ പെയ്ത് ഇപ്പോൾ അതാ വെയിൽ. എന്ത് ക്ലൈമറ്റ് ആണെന്നാണ്. വട കാണിക്കണ എവിടെ ഓവർ ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. ടയർ പിടുത്തമുണ്ട്. കാരണം വണ്ടിക്ക് ആക്ഷൻ കൂടുമ്പോൾ ടയർ ബോഡിയായിട്ട് പിടുത്തമുണ്ട് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതാണ്. റോൾ ചെയ്തതിന് ശേഷം ബോഡി പിടിച്ച് ആ ഒരു പോർഷൻ മാത്രം, ആ ഒരു ആർച്ച് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ കൂർപ്പിച്ച് തള്ളി വെളിയിലോട്ട്. അപ്പർ സൈഡ് ഉണ്ടായിരുന്നു, ഈ സൈഡ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അടിച്ച് ലെവൽ ചെയ്തതാണ്. ഇതൊക്കെ കണ്ണാപ്പിത്തെ കാണുന്ന ദിവസം. അതാ 12. ഇതാ ഈ ടൂളാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് കട്ടിയുണ്ട്, പൊട്ടിപ്പോകില്ല. മാത്രമല്ല ചെറുതാണ്, ടെൻഷൻ കുറവാണ്. ഇത് പറഞ്ഞാൽ മേടിക്കുന്നത് 12 കേട്ടോ. കണ്ടോ അല്ല 12 അലങ്കി ബോക്സാണ് ഇത്. ഇത് പറഞ്ഞാൽ മേടിക്കുന്നത് ഇളക്കി കേട്ടോ. യൂസ് ചെയ്യും. വീട് ബാലൻസ് ചെയ്തതിനു ശേഷം അലൈൻമെൻറ്റിലോട്ട് പോകും. അപ്പോൾ പുള്ളിക്കാരൻ വീട് ഇളക്കിക്കൊണ്ടിരിക്കും. ഡിസ്ക് പേഡ് ഉണ്ട്. ആ പേടുണ്ട്. പരിപാടിയാ. ഉണ്ടല്ലോ അലൈൻമെൻറ്റ് സേവ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അത് അല്ലെങ്കിൽ നിൻ്റെ വീലിൽ ഓറഞ്ച് എത്തിയിട്ട് പോയാലേ, പക്ഷേ ചോല എത്തിയിട്ട് പോയാലേ അടിച്ചു പോയി തീർന്നു. ഓൾമോസ്റ്റ് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളിവിടെ നിന്നൊരു 5 മിനിറ്റ് ഇറങ്ങും. ഓൾമോസ്റ്റ് ഏകദേശം ആയി. ബാക്കി ഇത് കഴിഞ്ഞിറങ്ങിയിട്ടാണ്.